സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. കോങ്കോയിൽ 4 വൈദിക രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ട പദവി. കിൻഷാസ. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ കലാപകാലത്ത് മതവിരുദ്ധരായ ഗറില്ലകൾ വെടിവെച്ചു കൊല്ലപ്പെടുത്തിയ 4 വൈദിക രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ഫാദർ ലൂയിജി കരാര, ഫാദർ ജിയോവാനി ഡിഡോണി, ഫാദർ വിട്ടോറിയ ഫാസിൻ എന്നീ സേവറൽ മിഷണറി വൈദികരും ഫാദർ ആൽബർട്ട് ജൂബർട്ട് എന്ന പ്രാദേശിക വൈദികനുമാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. കർത്താവിനും സഹോദരന്മാർക്കും വേണ്ടി ചെലവഴിച്ച ജീവിതത്തിന്റെ കിരീട നേട്ടമാണ് കോങ്കോയിലെ 4 വൈദികരുടെ രക്തസാക്ഷിത്വമെന്ന് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ അനുസ്മരിച്ചു. ഇവരിൽ 3 പേർ ഇറ്റലി സ്വദേശികളായ മിഷണറിമാരും ഒരാൾ കോങ്കോ സ്വദേശിയുമാണ്. കോങ്കോയുടെ കിഴക്കൻ പ്രദേശമായ കിബുവിയിലുള്ള ഉവീരയിൽ നടന്ന തിരുകർമ്മത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രതിനിധീകരിച്ച് കിൻഷാസ അതിരൂപതയുടെ അധ്യക്ഷൻ കർദിനാൾ ഫ്രിഡോളിൻ അംബോങ്കോ തിരുകർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികനായി. കോങ്കോയിലെ കലാപകാലത്ത് യൂറോപ്പുകാരും നല്ലൊരു ശതമാനം മിഷണറിമാരും കോങ്കോ വിട്ടുപോയിരുന്നു. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പ്രേക്ഷിതർ പ്രദേശത്ത് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. 1964 നവംബർ 28 വിപ്ലവത്തിനിടയിലാണ് ഈ വൈദികർ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. ബറക്ക പള്ളിയിലെ സൈനിക ജീപ്പ് എത്തിയതിന് പിന്നാലെയാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത്. ഫാസിനെ നിർദ്ദയമായി വെടിവെച്ച അക്രമികൾ സ്ഥലത്ത് തുടരുകയായിരുന്നു. കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്ന ഫാദർ കരാര പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വെടിയേറ്റു കിടക്കുന്ന സഹോദരനെ അക്രമികൾക്ക് മുന്നിൽ കാണുകയായിരുന്നു. വൈകാതെ അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചു. കൊല്ലപ്പെടുമ്പോൾ ഫാദർ കരാരയ്ക്ക് 31 വയസ്സ് മാത്രമായിരുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.